ഇവിടെ ഇപ്പോൾ പൊതുദർശനം ആരംഭിക്കാൻ പോവുകയാണ്. ഇതിന്റെ മൃതദേഹം അവിടെ സ്കൂളിലേക്ക് ആ പന്തലിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. വലിയ രീതിയിൽ ആളുകൾ തിങ്ങിക്കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സുഗമമായ പൊതുദർശനം മുന്നോട്ട് പോകാനുള്ള ക്രമീകരണങ്ങൾ അവിടെ പ്രധാനപ്പെട്ട ആളുകളുടെ നേതൃത്വത്തിൽ അവിടെ ഇപ്പോൾ നടക്കുകയാണ്. അവിടെ സ്കൂളിന്റെ ഗേറ്റിന്റെ പുറത്തും നൂറുകണക്കിന് ആളുകൾ കാത്തു നിൽക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അത്രയധികം ആളുകൾ അവിടേക്ക് എത്തിയത് കൊണ്ട് തന്നെയാണ്, അതായത് പ്രതീക്ഷിച്ചതിലും അപ്പുറം വലിയ ജനങ്ങൾ അവിടെ പൊതുദർശനത്തിൽ പങ്കെടുക്കാനായി മിഥുനെ കാണാനായി എത്തിച്ചേരുകയാണ് ഉണ്ടായിട്ടുള്ളത്. അല്പനേരം മുൻപ് ആ സ്കൂൾ അങ്കണം, ആ സ്കൂൾ മുറ്റം മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞതും നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ വലിയൊരു ബുദ്ധിമുട്ട്, ഈ ഒരു തിരക്ക്, ആളുകളുടെ ഒരു തിക്കിത്തിരക്ക് വലിയൊരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് വസ്തുത തന്നെയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് ക്രമീകരണങ്ങൾ ഒരുക്കുകയാണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പൊതുദർശനം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അവിടെ എത്തിയവർക്കെല്ലാം മിഥുനെ അവസാനമായി ഒരു നോക്ക് കാണേണ്ടതുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇപ്പോൾ റീത്ത് വെച്ചുകൊണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. അധികം വൈകാതെ പൊതുജനങ്ങൾക്കും അവിടെയുള്ള സഹപാഠികൾക്കും പ്രധാന അധ്യാപകർക്കുമൊക്കെ അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും. 10 മണിയോട് കൂടിയായിരുന്നു ഇവിടെ സ്കൂളിൽ പൊതുദർശനം തീരുമാനിച്ചത്. പക്ഷേ അതിപ്പോൾ 1.5 മണിക്കൂറിലധികം വൈകിയാണ് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 10:30 കൂടിയായിരുന്നു അവിടെ ആശുപത്രിയിൽ നിന്ന് മൃതദേഹം സ്കൂളിലേക്ക് കൊണ്ടുപോയത്. അത് ഏതാണ്ട് ഒരു മണിക്കൂറോളം കഴിഞ്ഞാണ് അവിടെ സ്കൂളിലേക്ക് എത്തിക്കാനായത്. 5 മണിക്കൂർ മാത്രമേ ഉള്ളൂ എങ്കിലും ദൂരമുള്ളൂ എങ്കിലും അത് വലിയ രീതിയിൽ സമയമെടുത്തു. അതുകൊണ്ട് തന്നെ പൊതുദർശനം വലിയ രീതിയിൽ വൈകുകയും ചെയ്തിട്ടുണ്ട്. 12 മണി വരെയാണ് തീരുമാനിച്ചതെങ്കിലും അത് ഒരുപാട് നീളും എന്നത് ഉറപ്പാണ്. കാരണം അത്രയധികം ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. നേരത്തെ നല്ല മഴയായിരുന്നു, പക്ഷേ ഇപ്പോൾ ആ മഴയൊക്കെ മാറിയിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. പൊതുദർശനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സ്കൂളിൽ. ഇക്കഴിഞ്ഞ അധ്യയന വർഷത്തിലാണ് മിഥുൻ ആ സ്കൂളിലേക്ക് എത്തിയത്. അതായത് 2 മാസമേ ആയിട്ടുള്ളൂ. ജൂണിലാണ് അധ്യയന വർഷം ആരംഭിച്ചത്. അപ്പോൾ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ സ്കൂളിലേക്ക് മിഥുൻ എത്തിയതാണ്. ലിജോ റോളൻസ് ഉണ്ട് സ്കൂളിൽ നിന്ന്. ലിജോ, വലിയൊരു തിക്കും തിരക്കും ഉണ്ടാകുന്നത് ഇച്ചിരി പ്രശ്നമുണ്ടാക്കുന്നുണ്ടോ അവിടെ? നേരത്തെ 2 വരികളിലായി ആളെ കടത്തിവിടുന്നതിനുള്ള ഒരു ക്രമീകരണമാണ് ഒരുക്കിയിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ആ ക്രമീകരണങ്ങളൊന്നും തന്നെ പ്രായോഗികമാകുന്നില്ല എന്നുള്ളതാണ് ഈ ദിക്കിൽ നിന്നും തിരക്കിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഇടപെട്ടുകൊണ്ട് ഇവിടെ ഈ തിരക്ക് കൂടി നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ അവിടുന്ന് മാറ്റുന്ന ഒരു ക്രമീകരണം ഇപ്പോൾ ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചു. അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി സ്ഥലം MP ഉണ്ട്, MLA ഉണ്ട്, ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വിധത്തിൽ, അതായത് നേരത്തെ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നതിന് വിഭിന്നമായി തിരക്ക് കൂടിയതുകൊണ്ട് തന്നെ ഒരു വിധത്തിൽ ഒരു വഴിയിലൂടെ പോലീസ് ഇപ്പോൾ ഇവരെ കടത്തിവിട്ടുകൊണ്ട് ഈ തിരക്ക് നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഈ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷം, അതായത് അതിനുശേഷം അവരെയൊക്കെ ഇവിടെ നിന്ന് മാറ്റിയതിന് ശേഷമായിരിക്കും ഈ മറ്റു, അതായത് ഈ സ്കൂളിനെ പ്രതികരിച്ചുള്ളവർക്ക് അവിടേക്ക് എത്താനും ജനങ്ങൾക്ക് ഒരു അവസാനമായി ഒരു നോക്ക് കാണുന്നതിനുള്ള ഒരു ക്രമീകരണം ഒരുക്കുക എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അധ്യാപകർ, അതായത് മിഥുനെ പഠിപ്പിച്ച അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ അവിടേക്ക്, അതായത് അന്തിമോപചാരം അർപ്പിച്ച് മിഥുനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി അവിടേക്ക് എത്തുന്ന അതാണ് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള ഒരു ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ പോലീസ് ഇവിടെ എത്തിക്കൊണ്ട് ഇപ്പോൾ ഈ തിരക്ക് ഒരു പരിധി വരെ നിയന്ത്രിക്കുകയാണ്. ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ്, അതായത് ഈ മണ്ഡലം വരുന്ന മാവേലിക്കര നിയോജക മണ്ഡലത്തിലെ MP ആയിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് MP ഇപ്പോൾ ഈ അന്തിമോപചാരം അർപ്പിക്കുകയാണ്. കാര്യം ആദ്യം അത്തരത്തിലുള്ള ക്രമീകരണമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ജനപ്രതിനിധികൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു ക്രമീകരണമാണ് ആദ്യം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും മറ്റുള്ളവർക്ക് വലിയൊരു തിരക്കാണ് സ്കൂളിലുള്ളത്. ഒരുപാട് ആളുകൾ എത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. വലിയൊരു തിരക്കുണ്ടായത് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ജനപ്രതിനിധികൾ അവിടെ റീത്ത് വെച്ചുകൊണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. പോലീസ് പലരെയും അവിടെ നിന്ന് തള്ളി മാറ്റുന്നതൊക്കെ കാണാൻ കഴിയുന്നുണ്ട്.
ഒരു ക്രമീകരണം, അത് കൃത്യമായ ഒരു ക്രമീകരണം നേരത്തെ ഒരുക്കിയില്ല എന്നത് വസ്തുതയാണെന്ന് തോന്നുന്നു. ഇത്രയധികം ആളുകൾ ഉണ്ടാകുമെന്ന് ഒരുപക്ഷെ ആരും പ്രതീക്ഷിച്ചു കാണില്ല. എന്തായാലും മിഥുന യാത്രാമൊഴിയേകാൻ ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ സ്കൂൾ മുറ്റത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പൊതുദർശനം വൈകിയതും ഇത് ഈ ഒരു തിരക്കിന് കാരണമായിട്ടുണ്ട് എന്നതാണ് പറയേണ്ടത്. 10 മണിയോടുകൂടി പൊതുദർശനം നടത്തുമെന്നാണ് അറിയിച്ചത്. പക്ഷേ അത് വൈകി. ഇപ്പോൾ 11:45 കഴിഞ്ഞപ്പോഴാണ് പൊതുദർശനം ആരംഭിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ വലിയ പ്രശ്നങ്ങളില്ലാതെ പൊതുദർശനം മുന്നോട്ട് പോകുന്നു. എന്തായാലും ഒരു 2 മണിക്കൂറോളം പൊതുദർശനം ഉണ്ടാകുമെന്നത് വ്യക്തമാണ്. കാരണം അത്രയധികം ആളുകൾ അവിടെയുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും മിഥുന്റെ മൃതദേഹം അവിടെ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോവുക. തങ്ങൾക്കൊപ്പം പഠിച്ച കളിച്ച സഹപാഠിയെ കാണാൻ വേണ്ടി ഒരുപാട് കുട്ടികൾ അവിടെ കാത്തിരിക്കുന്നുണ്ട്. അവരുടെ രക്ഷിതാക്കളുണ്ട്, പ്രധാന അധ്യാപകരുണ്ട്. മിഥുന്റെ വിയോഗമുണ്ടാക്കിയ ആഘാതം അത് വളരെ വലുതാണ്. അപ്പോൾ ഇങ്ങിപ്പൊട്ടിക്കൊണ്ട് തന്നെയാണ് ഏവരും അവിടേക്ക് എത്തിയിട്ടുള്ളതും മിഥുനെ ഒരു നോക്ക് കാണുന്നതും. പൊതുദർശനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സ്കൂളിൽ. ഷൈജു കൂടിയുടെ സ്കൂളിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി. ഷൈജു, പൊതുദർശനം എന്തായാലും മണിക്കൂറുകൾ നീളും എന്നതുറപ്പല്ലേ? 11 മണിയോടുകൂടി സ്കൂളിലേക്ക് എത്തും എന്ന് വിചാരിച്ചിരുന്ന മൃതദേഹം എത്തിയത് 11:45 എന്നതാണ്. കാരണം 10 മണിക്ക് ശേഷം ഏതാണ്ട് 10:20 ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്നും മൃതദേഹം പുറപ്പെട്ടിരുന്നുവെങ്കിലും ഈ 6 മിനിറ്റ് കൊണ്ട് എത്തേണ്ടിയിരുന്ന ഒരു സ്ഥലത്ത് ഏതാണ്ട് 1 മണിക്കൂറോളം സമയമെടുത്തു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത്രത്തോളം തിരക്ക് റോഡിലുണ്ടായി. ഈ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് മുന്നോട്ട് പോകുമ്പോൾ പല സ്ഥലങ്ങളിലും ആളുകൾ തടിച്ചുകൂടി നിന്ന് മൃതദേഹം അവസാനം ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമുന്നയിച്ച് പല സ്ഥലത്തും നിർത്തിയിടേണ്ടി വന്നു. അങ്ങനെ ഏതാണ്ട് 1 മണിക്കൂറിലധികം സമയമെടുത്തു സ്കൂളിലേക്ക് മിഥുൻ്റെ ചേതനയറ്റ ശരീരം എത്തുന്നതിന്. അല്പസമയങ്ങൾക്ക് മുമ്പാണ് സ്കൂളിലേക്ക് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് എത്തിയത്. സ്ഥലം MP കൊടുക്കുന്നിൽ സുരേഷ് MLA, കോവൂർ കുഞ്ഞുമോൻ ഇവർ രണ്ടുപേരും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു. ഈ മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. പ്രാദേശിക അടുത്ത ബന്ധു നിരവധി ആളുകൾ വാഹനങ്ങളിലും അല്ലാതെയുമൊക്കെയായി ഈ മൃതദേഹത്തെ അനുഗമിച്ച് സ്കൂളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. സ്കൂളിൽ ഇപ്പോൾ നേരത്തെ ലിജോ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ടതായും ജനപ്രതിനിധികൾക്ക് അന്തിമോപചാരം അർപ്പിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇപ്പോൾ RSPയുടെ ജനറൽ സെക്രട്ടറി ഷിബു ബേബി ജോൺ അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷം മടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ MP കൊടുക്കുന്ന സുരേഷ് MLA, കോവൂർ ഇത്രകം വിവിധ ഇവിടേക്ക് എത്തും. KPCCയുടെയും CPMൻ്റെയും നേതാക്കന്മാരെല്ലാം ഈ സ്കൂളിലേക്കാണ് എത്തും എന്നറിയിച്ചിട്ടുള്ളത്. അവർ അടക്കമുള്ള മന്ത്രിമാർ, MP മാർ, MLA മാർ അടക്കമുള്ള ജനപ്രതിനിധികൾ എത്തും. ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, നാട്ടുകാർ, അധ്യാപകരടക്കമുള്ള നിരവധി ആളുകൾ സ്കൂളിലാണ് അന്തിമോപചാരം അർപ്പിക്കുന്നത്. നേരത്തെ 12 മണിവരെ സ്കൂളിൽ എന്നായിരുന്നു തീരുമാനിച്ചിരുന്നതെങ്കിൽ കണക്കുകൂട്ടലുകൾ, സമയം സംബന്ധിച്ച സകല കണക്കുകൂട്ടലുകളും തെറ്റിപ്പോയി എന്ന് നമുക്കിപ്പോൾ പറയേണ്ടി വരും. കാരണം 10 മണിക്ക് 11 മണിയോടുകൂടി സ്കൂളിൽ എത്തിച്ച് 12 മണിയോടുകൂടി ഇവിടെ പൊതുദർശനം അവസാനിപ്പിക്കാനായിരുന്നു തീരുമാനമെങ്കിൽ ആ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇനി എത്ര മണിവരെ ഇവിടെ പൊതുദർശനം ഉണ്ടാകുമെന്ന് ഇപ്പോൾ നമുക്ക് അത് കൃത്യമായി പറയാൻ കഴിയില്ല. കാരണം ഇപ്പോഴും ഞാൻ ഈ സ്കൂളിന് പുറത്താണ് നിൽക്കുന്നത്. ഈ സ്കൂളിന് പുറത്ത് തന്നെ ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും നീണ്ട നിര കാണാൻ സാധിക്കും. സ്കൂളിൻ്റെ പ്രധാനപ്പെട്ട വാതിൽ തുറന്നിട്ടിരിക്കുകയാണെങ്കിൽ പോലും അകത്തേക്ക് ആളുകൾക്ക് കയറുന്നതിന് വലിയ പ്രയാസമുണ്ട്. അത്ര വലിയ ജനക്കൂട്ടം ഇപ്പോൾ ഈ സ്കൂളിന് മുന്നിലുണ്ട്. പ്രതീക്ഷിച്ചതിനൊക്കെ അപ്പുറത്തേക്കാണ് ജനക്കൂട്ടം അണമുറിയാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ കൂട്ടമായിട്ടാണ് മിഥുനെ അവസാനമായി ഒരു നോക്ക് കണ്ട് യാത്രയയക്കാൻ എത്തുന്നത്. അതുകൊണ്ട് തന്നെ എത്ര മണിക്ക് ഈ പൊതുദർശനം സ്കൂളിലേത് അവസാനിക്കും എന്നത് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. അതോടൊപ്പം സുജ, ഈ മിഥുൻ്റെ അമ്മ, അതോടൊപ്പം തന്നെ സഹോദരൻ, അവർ രണ്ടാളും ഈ നെടുമ്പാശ്ശേരിയിൽ നിന്ന് രാവിലെ 10 മണിയോടുകൂടി തിരിച്ചതാണ്. അവർ വീട്ടിലേക്ക് എത്തുന്ന മുറയ്ക്ക് സ്കൂളിൽ പൊതുദർശനം അവസാനിപ്പിച്ച് അങ്ങോട്ട് മടങ്ങാനാകും ഇനി തീരുമാനിക്കുക. അതനുസരിച്ചിട്ടുള്ള ഒരു ക്രമീകരണമാണ്. കർമ്മങ്ങൾ വീട്ടിലെത്തിച്ച് പൂർത്തിയാക്കി 5 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ അവസാനിപ്പിക്കുക എന്നാണ്. അതിനു വേണ്ടിയിട്ട് വിദ്യാഭ്യാസ വകുപ്പടക്കമുള്ള എല്ലാ സംവിധാനങ്ങളെയും സർക്കാർ സജ്ജമാക്കിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ, തദ്ദേശ ഭരണ സ്ഥാപന മേലധികാരികൾ അടക്കമുള്ള ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ മിഥുൻ NCCയുടെ കേഡറ്റാണ്. NCC കേഡറ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഈ വർഷം ഈ സ്കൂളിലേക്ക് പഠിക്കാൻ മിഥുൻ എത്തിയത്. NCCയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ കൊച്ചിയിൽ നിന്നും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ മിഥുന് അന്തിമോപചാരം
അത്തരത്തിലുള്ള പല മേഖലകളിൽ നിന്ന് ആളുകൾ ഇതിന് യാത്ര അയക്കാൻ എത്തുന്നുണ്ട്. അത്ര വലിയ തിരക്ക് ഈ തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ മൈതാനിക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നതാണ്. ഈ സ്കൂളിന് പുറത്ത് നീണ്ട നിര കാണാൻ സാധിക്കുന്നു. ഈ രണ്ട് റോഡിന്റെ ഇരുവശങ്ങളിലും കൂട്ടമായി ആളുകൾ നിൽക്കുന്നുണ്ട്. അവരെല്ലാം അടുത്ത ഓരോ സമയത്തും ഈ നിരകൾക്കകത്തേക്കായിരിക്കും പ്രവേശിക്കുക. അവർ പ്രവേശിച്ച് നീണ്ട നിര അവസാനിക്കുക എപ്പോഴായിരിക്കും എന്നത് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. ചെറിയ തോതിലാണെങ്കിൽ പോലും മഴ നിലനിൽക്കുന്നുണ്ട്. ഈ മഴയെയും അവഗണിച്ചുകൊണ്ടാണ് കൂട്ടമായി നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഈ മിഥുൻ എന്ന പിഞ്ചു പൈതലിനെ അവസാനമായി കാണുന്നതിന് വേണ്ടി ആളുകൾ ഒഴുകിയെത്തുന്നത്.